ഇതിന് കണ്ടിന്യൂ ചെയ്ത് നമ്മൾ വേറെ സംഭവങ്ങൾ പറയാതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞത് റുദർഫോർഡിൻ്റെയും അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് നമ്മളൊരു ആറ്റത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഒരു ആറ്റത്തിൽ റുദർഫോർഡ് പറഞ്ഞതനുസരിച്ച് ഒരു ന്യൂക്ലിയസ് നടുക്കുണ്ട്. ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് ZE ആണ്. അത് ZE വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് E ആണെങ്കിൽ ഒരു പ്രോട്ടോണിൻ്റെ ചാർജ് E ആണ്, അത് പോസിറ്റീവ് ആണ് കേട്ടോ. ന്യൂമറിക്കലി ഈ 1.6 ഇൻറ്റു ഇത്ര ഒരു 10⁻⁻⁹ എന്നൊരു മാഗ്നിറ്റ്യൂഡ് വരും. പക്ഷേ പ്രോട്ടോൺ ആവുമ്പോൾ ചാർജ് എന്ത് വരും? പോസിറ്റീവ് വരും. അതേസമയം ഇലക്ട്രോൺ ആണെങ്കിലോ അവിടെ ന്യൂമറിക്കലി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് വൈസ് ചാർജ് എത്ര വരും? 1.6 × 10⁻⁹ കൂടുമ്പോൾ തന്നെ വരും. പക്ഷേ അതെന്ത് വരും? നെഗറ്റീവും വരും. അപ്പോൾ അതുപോലെ നെഗറ്റീവ് ചാർജുള്ള ഒരു ഇലക്ട്രോണും പോസിറ്റീവ് ചാർജുള്ള ഒരു ന്യൂക്ലിയസും തമ്മിലൊരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാരണമാണ് ഈ ഇലക്ട്രോൺ ഇങ്ങനെ സർക്കുലർ പാത്തിൽ കിടന്ന് കറങ്ങുന്നത്. അങ്ങനെ ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ ആ സർക്കുലർ പാത്തിൽ കറങ്ങാനുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സാണ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റാണോ കറങ്ങുന്നത് ആ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ എടുക്കുന്നത്. കറങ്ങുന്ന ഒബ്ജക്റ്റിൻ്റെ മാസ്, കറങ്ങുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി, കറങ്ങുന്ന ഒബ്ജക്റ്റ് എത്ര റേഡിയസിലാണോ കറങ്ങുന്നത് ആ റേഡിയസ്, അതാണ് ഈ എടുത്തിരിക്കുന്ന mv²/r. അപ്പോൾ ഈ m എന്ന് പറഞ്ഞാൽ ആറുടെ മാസമായിരിക്കും, ഇലക്ട്രോണിൻ്റെ മാസമായിരിക്കും. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കറങ്ങുന്ന ഇലക്ട്രോൺ കറങ്ങുന്ന വെലോസിറ്റി ആയിരിക്കും. r എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് എന്താണ് ഈ ഒരു ട്രാക്ക് ആയിരിക്കും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/r² ആണ്. ഇവിടെ Q1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ചാർജ്, Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ ചാർജ്. ഓക്കെ, /r² എന്ന് പറഞ്ഞാൽ ഇതേ റേഡിയസ് തന്നെയാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ദൂരമാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്തിട്ട് വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതി. v = √ZE²/4πε0 m × r എന്ന് പറഞ്ഞിട്ട് എന്തിൻ്റെ ഇക്വേഷൻ എഴുതി? വെലോസിറ്റിയുടെ ഇക്വേഷൻ എഴുതി. സെയിം രീതിയിൽ തന്നെ ഇതേ നമ്മൾ രണ്ട് കമ്പാരിസൺ, അതായത് സെൻട്രിപെറ്റൽ ഫോഴ്സും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും കൂടെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ r ഇക്വേഷൻ എഴുതിയിടാം, റേഡിയസിൻ്റെ ഇക്വേഷൻ എഴുതി, r = എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതി. ഓക്കെ, എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഈ ഇങ്ങനെ കിടന്ന് കറങ്ങുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഏതൊരു വസ്തുവിൻ്റെ കൈനറ്റിക് ഇക്വേഷൻ എന്താണ്? ½mv² ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴേക്കും കൈനറ്റിക് എനർജി = എങ്ങനെ എഴുതാം? ½mv² ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കും? ഇവിടെ ഓൾറെഡി നമുക്ക് എന്തറിയാം? വെലോസിറ്റി അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഇവിടെ m ഇട്ട് കൊടുത്താൽ അതിൻ്റെ ½mv² ഇട്ട് നമുക്ക് കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചൂടെ? അപ്പോൾ നിങ്ങൾ തന്നെ എഴുതിക്കേ, കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് എന്ന് എഴുതിക്കേ. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ ഓർബിറ്റ് = ½mv² ആണ്. ½ × m × v² വരെ എന്തെഴുതാം? v² പകരം വിക്ക് പകരം എന്തെഴുതാം? റൂട്ടാണ്. അപ്പം v² എടുക്കുമ്പോൾ റൂട്ടും കളഞ്ഞാൽ മതി. ബാക്കിയുള്ളവരുടെ എഴുതാൻ എന്ത് വരും? ZE² / 4πε0 × m × r എന്ന് വരും ഇല്ലേ? എന്തെങ്കിലും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? m വെട്ടിപ്പോയി. താഴത്തെ മേളിൽ m ഉണ്ട്, m വെട്ടിപ്പോയി. ബാക്കി എന്ത് വരും? ബാക്കി എന്ത് വരുവാ? കൈനറ്റിക് എനർജി = ZE² / 2 × 4 8 വരും അല്ലേ? അപ്പോൾ 8πε0 r എന്ന് പറഞ്ഞിട്ട് വരും. ZE² / 8πε0 r, അതാണ് കൈനറ്റിക് എനർജി. മാർക്ക് ചെയ്തിടുക. കൈനറ്റിക് എനർജി = ZE² / 8πε0 r എന്ന് പറഞ്ഞു വരും. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടെ, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട് ചാർജുകൾ അടുത്തിരുന്നാൽ അവർ തമ്മിലുള്ള പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് നമ്മളിപ്പോൾ എഴുതി, 1/4Q1 Q2/r. അതേപോലെ എനർജി U, പൊട്ടൻഷ്യൽ എനർജി U എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? U ബിറ്റ്വീൻ ടു ചാർജസ് ഹാവിങ് ഡിസ്റ്റൻസ് r എന്ന് പറഞ്ഞാൽ 1/4πε0 Q1 Q2/r എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ പക്ഷേ നമ്മൾ ചാർജിൻ്റെ സൈൻ എടുക്കണം. പൊട്ടൻഷ്യൽ എനർജി എടുക്കുമ്പോൾ സൈൻ എടുക്കണം. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ സിസ്റ്റത്തിലെ പൊട്ടൻഷ്യൽ എങ്ങനെ എഴുതാം? ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? കൈനറ്റിക് എനർജിയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അതേപോലെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെ എഴുതാം? = എങ്ങനെ എഴുതാം? 1/4πε0. ഇവിടുത്തെ Q1 ഉം Q2 ഉം പറ. Q1 എന്ത് വരും? ന്യൂക്ലിയസിൻ്റെ ചാർജ് അല്ലേ? അതെന്താ? ZE എന്ന് വരും അല്ലേ? പിന്നെ അടുത്ത Q2 എന്ത് വരും? E ആണ്. പക്ഷെ അതെന്താ? -E എന്നെടുക്കണം.
അല്ലേ? ഇലക്ട്രോണിൻ്റെ ചാർജ് മൈനസ് എന്നെടുത്തു, ഡിവൈഡഡ് ബൈ എന്ത് വരും? 6 എന്ന് വരും അല്ലേ? ഇതിനെ നമ്മളൊന്ന് വൃത്തിക്ക് എഴുതിക്കുക. അപ്പോൾ എന്ത് വരും നോക്കാമല്ലോ. എന്ത് വരും? ഈക്വൽ ടു ഇവിടെ ഇസഡ് സ്ക്വയർ മൈനസ് ഇസഡ് സ്ക്വയർ ശ്രദ്ധിച്ചോണേ. മൈനസ് ഞാൻ ഈ മൈനസിനെ എടുത്ത് ഞാൻ ഫ്രണ്ട് കിട്ടും. മൈനസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 R എന്ന് വന്നു. അപ്പോൾ യു ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടിയെന്ന് നോക്കിയാൽ മൈനസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 R എന്ന് വന്നു. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഈ ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കിയാൽ? അവരുടെ ഇക്വേഷൻസ് തമ്മിലൊന്ന് നോക്കിയേ. ഒരാളുടെ ഇക്വേഷൻ എന്താണ്? ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8πε0 R, അതായത് കൈനറ്റിക് എനർജി. ഇവൻ്റെ ഇക്വേഷൻ നോക്കിയാൽ മൈനസ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4πε0 R അല്ലേ? വല്ല റിലേഷൻ ഉണ്ടോ? ഒരു ബന്ധമില്ലേ? ഇതിൻ്റെ ഹാഫാണ് ഇതോ? ഉറപ്പാണോ? ഇതിലേതാണ് ഇതിൻ്റെ ഹാഫ്? പറ. ഇതിൽ ആരാണ് വലുത്? കൈനറ്റിക് എനർജി ആണോ പൊട്ടൻഷ്യൽ എനർജി ആണോ വലുത്? ഇതാണോ വലുത്? ഇതാണോ വലുത്? ആരാണോ ഡിനോമിനേറ്റർ കൂടുതലുള്ളത് അവൻ ചെറുതായിരിക്കും അല്ലേ? ഡിനോമിനേറ്റർ ബാക്കിയെല്ലാം സെയിം അല്ലേ? അതെ, ഇസഡ് സെയിം അല്ലേ? സൈൻ നോക്കണ്ട കേട്ടോ, സൈൻ ഇപ്പോൾ നോക്കണ്ട. ഞാൻ മാഗ്നിറ്റ്യൂഡ് വൈസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇസഡ് സെയിം ആണ്, ഈ സെയിം ആണ്, 4π സെയിം ആണ്, ε0 R സെയിം ആണ്. പക്ഷേ അല്ല, 4π അല്ലേ, 4ഉം 8ഉം വ്യത്യാസമുണ്ട്, മൈനസും വ്യത്യാസമുണ്ട്. അപ്പോൾ 4ഉം 8ഉം നോക്കുമ്പോഴേക്കും 4 ആണ് ചെറുത്, 8 ആണ് വലുത്. അപ്പോൾ വരുമ്പോഴേക്കും ഡിനോമിനേറ്ററിൽ വലുത് വന്നാൽ കൈനറ്റിക് എനർജി ചെറുത് അല്ലേ? ആര് വലുത്? പൊട്ടൻഷ്യൽ എനർജി വലുത് അല്ലേ? പിന്നെ ഇവൻ്റെ പകുതിയാണ് ഇവൻ അല്ലേ? പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ പകുതിയാണ് കൈനറ്റിക് എനർജി. പക്ഷേ ആര് നെഗറ്റീവാണ്? പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവും ആണ്. മനസ്സിലായോ? ഇനി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ എനർജിയോ? അത് നിങ്ങൾ തന്നെ എഴുതും. കൈനറ്റിക് എനർജി എഴുതിയില്ലേ? അതേപോലെ അടുത്ത് എഴുതുക, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ് എഴുതിയാൽ മതി. ആ സിസ്റ്റത്തിനെ പറയാൻ പറ്റില്ല, നമുക്ക് ഒരാളുടെ മാത്രം പൊട്ടൻഷ്യൽ ആയിട്ട് പറയാൻ പറ്റില്ല. പൊട്ടൻഷ്യൽ എനർജി എഴുതിക്കുക തന്നെ എഴുതിക്കുക. 1/4πε0 Q1 Q2/R എടുത്താൽ മതി. Q1 Q2/R സ്ക്വയർ വേണ്ട. എഴുതാ. ടോട്ടൽ എനർജി അടിക്കുക. ടോട്ടൽ എനർജി അങ്ങനെ എഴുതാം. കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ടോട്ടൽ എനർജി. അത് ഈ പൊട്ടൻഷ്യൽ എഴുതിയില്ലേ? പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്താ? യു ഈക്വൽ ടു ഇത് കണ്ടോ? അതെ,